ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. താത്താക്ക് സുഖമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഞാനിന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരാപത്ത് വന്നാലും എന്തൊരു ടെൻഷൻ വന്നാലും നമ്മൾ ആരും ഒറ്റപ്പെടുത്തിയാലും നമ്മളെ ഉമ്മ മാത്രമേ നമ്മൾ ഒറ്റപ്പെടുത്താത്തുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തൂലേ? എല്ലാവരും ഒറ്റപ്പെടുത്തും പറഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തും. അത് എൻ്റെ ഒരു സൗണ്ട് ഇല്ല കേട്ടാ. സൗണ്ട് പറയില്ലേ, ചുമൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സൗണ്ട് പോയി. അപ്പോൾ എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തും ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് ഞാനായിട്ട് തിരഞ്ഞെടുത്തൊരു ജീവിതമായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അവിടുന്ന് എനിക്ക് സംഭവിച്ചത് പറഞ്ഞാൽ നമ്മൾ അവനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ച് പുറത്താക്കിയപ്പോൾ, അല്ലെങ്കിൽ ഒരു കരിയേപ്പിനെ പോലെ വലിച്ചെറിഞ്ഞപ്പോൾ എല്ലാവരും നമുക്ക് ചെറിയ പ്രായമായിരിക്കും എല്ലാവരും എന്നെ വെറുത്തപ്പെട്ടിട്ടുണ്ടായി. അതെന്തുകൊണ്ട്? നമ്മളായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളെ ബുദ്ധിമോശം കൊണ്ട് ചെയ്ത തെറ്റ്, പിന്നെ ചെറിയൊരു ബുദ്ധിമോശം കൊണ്ട് ആയത്, അല്ലെ നമ്മളെ തലവിധി എന്ന് പറയാം, അല്ലേ? നമ്മളെ തലവിധി. അപ്പൊ നമുക്ക് എങ്ങനെ അത് കണക്ക് കൂട്ടാം? അല്ല, ശരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെ ബുദ്ധി ഇല്ലായ്മയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത് ശരിക്കും നമ്മൾ ആലോചിക്കാതെ എടുത്തുചാട്ടത്തിലാണ് നമ്മളെ പല പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ജീവിതം പോകുന്നത്. നമ്മളെ എടുത്തുചാട്ടം തന്നെയാണ്, അല്ലേ? നമുക്ക് അതാണ് വലുത് എന്ന്, അവരാണ് വലുത് എന്ന് കണക്കാക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് പല ആപത്തിലേക്കും ചാടേണ്ടി വരുന്നതും, പിന്നെ പല പ്രശ്നങ്ങളും വരുന്നതും എല്ലാം എനിക്ക് തോന്നി നമ്മൾ എടുത്തു ചാട്ടൽ തന്നെയാണ്. അത് നമ്മൾ ആലോചിക്കാതെ എടുത്തു ചാടുന്ന ഒരു തീരുമാനങ്ങളാണ് നമ്മളെ പല അവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നീ ഇങ്ങനെ ആയോണ്ടല്ലേ, അല്ലെ നീ എടുത്ത തീരുമാനമല്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്നെല്ലാം എല്ലാവരും ഓൾക്കൊരു ബാധ്യത ആവും പറഞ്ഞ് വിട്ടു നിൽക്കുമ്പോഴും എൻ്റെ ഉമ്മ കണ്ണീരോടെ എൻ്റെ കൂടെ നിന്നൊരാളാണ് എൻ്റെ ഉമ്മ, അല്ല? അപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മൾ ഒഴിവാക്കിയാലും നമ്മളെ പ്രസവിച്ച ഉമ്മ നമ്മൾ ഏത് ഘട്ടത്തിലും ഒഴിവാക്കൂല. അത് എല്ലാ മക്കൾക്കുള്ള അനുഭവം ഉണ്ടാവും, അല്ലേ? എൻ്റെ ഉമ്മ സാരില്ല മോളെ പറഞ്ഞ്. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ പിന്നെ ഓന് വിട്ടുപോയപ്പം എല്ലാവരും പറഞ്ഞ്, ചെറിയ പ്രായമല്ലേ, 10-16 അല്ലായിട്ടുള്ളൂ, പിന്നെ നമുക്ക് ഈ കുഞ്ഞ് വേണ്ട, അവക്കൊരു ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉമ്മ പറഞ്ഞത്, ഒരു കുഞ്ഞല്ലേ, ഇരന്നിട്ടും നമുക്ക് പോറ്റാം. നമുക്ക് തെണ്ടിയിട്ടാണെങ്കിലും റോട്ടിൽ പോയി 10 ആളോട് ഇരന്നിട്ടാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ ഞാൻ പോറ്റിക്കോളും, നിങ്ങളൊരാളെ കാലിൻ്റെ അടിക്ക് വിടൂല. പിന്നെ ഞാൻ എല്ലാ കാലം വരെ എൻ്റെ കുട്ടിക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനക്കും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിർത്തിയത് നമ്മളെ പെറ്റ ഉമ്മ തന്നെയാണ്. അത് എല്ലാവർക്കും ഉള്ള അനുമാനം. പല ഘട്ടത്തിലും ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല മോളെ എന്ന് പറയുന്ന പിന്നെ ബാക്കി എല്ലാവരും നമ്മളെ പുറത്താക്കും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, എല്ലാവരും നമ്മളെ ഒന്നല്ലാത്ത അവസ്ഥയിൽ നമ്മളെ ഒറ്റപ്പെടുത്തും. എന്ത് പ്രശ്നമാണെങ്കിലും ഒറ്റപ്പെടുത്തും. പക്ഷെ നമ്മളെ ഉമ്മ മാത്രമേ നമ്മൾ ചേർത്ത് ഇങ്ങനെ പിടിക്കാൻ പോകുള്ളൂ, ചേർത്ത് പിടിച്ച് നമ്മളെ സമാധാനപ്പെടുത്താനുണ്ടാവുള്ളൂ, അല്ലേ? ഞാൻ പറയുന്നത്, നമ്മൾക്ക് എടുത്തു ചാടാൻ വേണ്ടാവും. പക്ഷെ അതിന് കര കയറാൻ ഒരു കാലത്ത് നമുക്ക് എന്താവൂല, ഒരു കര കയറാൻ ഒരു കാലത്ത് നമുക്ക് ആവൂല. ഏതൊരു ഇത് വന്നാലും, ഇപ്പൊ നല്ലത് വന്നാലും പിന്നെ ചീത്തപ്പേര് വന്നാലും, പിന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ചീത്തപ്പേര് വന്നാലും അത് മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ കുഴിയിൽ എന്നാണോ പോണത് അത് വരെ നമ്മളെ കൂടെ ഉണ്ടാവും. ഓള് ശരിയല്ല, ഇത് ഒരു പൊതുവെ ഞാൻ പറയണം, ഓള് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്ര ഇനി അത് ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും നമുക്ക് എന്തെങ്കിലും ചീത്തപ്പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ നിൽക്കും.
എന്നിട്ട് പറയാം ആ ഓൾ അങ്ങനെയായിരുന്നു, ഓൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയാനും നമ്മളെ കുറ്റപ്പെടുത്താനും, അല്ലെങ്കിൽ അത് പോട്ടെ, അത് ആ ബുദ്ധിമോശം കൊണ്ടായിപ്പോയി, അല്ലെങ്കിൽ ആ ബുദ്ധിമോശം കൊണ്ട് എടുത്താൽ പോട്ടെ എന്ന് പറയാനും ആരുമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്ന ഒരു പെണ്ണാണ്. ചിലപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്നെപ്പോലെ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അല്ല, എനിക്ക് ജീവിക്കാൻ തോന്നിയത് തന്നെ എൻ്റെ മോളാണ്. എന്താന്ന് പറഞ്ഞാൽ ഞമ്മക്ക് അതുവരെ എന്താണ് ജീവിതം, എന്താണ് പിന്നെ എങ്ങനെ ജീവിക്കും, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും പഠിച്ചറപ്പെ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ ജോലിക്ക് പോയാലും പക്ഷെ നമ്മൾ ഇങ്ങനെയെല്ലാം പെട്ടു പോകുമ്പോൾ നമ്മൾ ശരിക്കും തളർന്നു പോകും. ആ തളർന്നു പോകുമ്പോൾ എല്ലാം നമ്മുടെ ഉമ്മയാണ് നമ്മളെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്നതും എന്തുണ്ടെങ്കിലും ഉമ്മയും നമ്മുടെ കൂടെ കരയാനും അനുഭവിക്കാനും എല്ലാം ഉണ്ട്. ബാക്കി എല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞു, എല്ലാവരും നമ്മുടെ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എടുത്തുചാട്ടം നമുക്ക് ഒന്നിനും നല്ലതല്ല. അല്ല, എടുത്തുചാട്ടം നമുക്ക് ഒന്നിനും നല്ലതല്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ടിന് ഇതുണ്ടിട്ട നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 10 വട്ടം ആലോചിക്കണം എന്നാണ് പറയുന്നത്. 10 വട്ടം ആലോചിക്കുന്നത്. അവനെ നമ്മൾ സ്നേഹിച്ചിട്ടും പ്രേമിച്ചിട്ടായാലും അവനക്ക് വേണ്ടിയത് ഒന്ന് മാത്രമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാതെ പോയതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ വിചാരിച്ചു ഓന് നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ്, ഓന് നമ്മളെ മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും എല്ലാം പ്രതീക്ഷ നിന്നിട്ട് ലാസ്റ്റ് ഓൻ്റെ സുഖം കഴിഞ്ഞപ്പോൾ ഓനെ നമ്മളെ കുറിച്ച് പുറത്താക്കിയത്. ഞാൻ ഓനോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓനെ കണ്ടിട്ടില്ല. 97 ഞങ്ങൾ കോടതിയിൽ വെച്ച് പിരിഞ്ഞതാണ്. അപ്പോൾ കോടതിയിൽ നിന്നാണ് അവനെ ലാസ്റ്റ് ഞാൻ കോടതി വരാതെന്ന് കാലത്താണ് കണ്ടത്. അപ്പോൾ ഓന് ചിലപ്പോൾ ഈ വീഡിയോ മൊത്തം ആൾക്കാരും കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഓനും കാണുന്നുണ്ടാവും, കാണാൻ അറിയില്ല കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ ഓനോട് ഒന്നേ ഞാൻ ചോദിക്കാന്നുള്ളൂ, എന്നെപ്പോലെ എത്ര പേരെ ജീവിതം നീ കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെപ്പോലത്തെ പെണ്ണുങ്ങളെ നിങ്ങൾ ലക്ഷ്യമിട്ട് സ്നേഹിച്ച് കൂടെ നിർത്തി നിങ്ങൾ ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് നമ്മളൊരു കച്ചവടപ്പെട്ടിലേക്ക് ഇടും? നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടിയത്? നിനക്ക് എന്ത് ലാഭം? എല്ലാവരോടും നമുക്ക് ചോദിക്കാൻ പറ്റൂല്ലോ. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? നിനക്കൊരു കുറ്റബോധമില്ലേ? ഒരു മോളും തന്നിട്ട് നീ ഒന്നല്ലാത്ത അവസ്ഥയിലേക്ക് തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ നീ ഇന്നിപ്പോ സ്വയബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നമ്മള് കഴിഞ്ഞതും നമ്മൾ സ്നേഹിച്ചതെല്ലാം ബേക്കോട്ട് ചിന്തിക്കും. നിനക്ക് കുറ്റബോധമില്ലേ? എന്നെപ്പോലെ അറിയാതെ എവിടൊക്കെ എത്ര ആളെ ജീവിതം നീ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇവർക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടികളെ ജീവിതം കളഞ്ഞ് 1, 2, 3 മക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവൂലേ? ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു തോന്നലുണ്ടാവുമോ? അറിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്കെല്ലാം ഒരാളോട് പിന്നെ വെറുപ്പിലൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തിനാണ് അവരോട് നമ്മൾ എടുത്തടിച്ച് സംസാരിച്ചത് എല്ലാം നോയിക്ക് അത് വിഷമമായിട്ടുണ്ടാവുമല്ലോ പഠിച്ചവനെ എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് പറഞ്ഞൊരു 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളാ മനസ്സിലേക്ക് ആ കുറ്റബോധം വരും. പക്ഷെ നമ്മൾ ചെയ്തത് ശരിയല്ലല്ലോ, ഓരോട് ആ വാക്ക് പറഞ്ഞല്ലോ, ഒരിക്കൽ വെറുപ്പായി പോയോ അല്ലെങ്കിൽ ഒരിക്കൽ വിഷമമായി പോയോ ആ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വലിയ തെറ്റെല്ലാം നമ്മളോട് ചെയ്യുമ്പോൾ ഇവർക്കൊന്നും കുറ്റബോധം ഉണ്ടാവില്ല. എങ്ങനെ ഇവർ ഈ കുറ്റബോധം ഇല്ലാതെ ജീവിക്കുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്ത്? അതാണ് ഞാൻ ചോദിക്കുന്നത്, നാസറിനോടാ ചോദിക്കുന്നത്. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? ബുദ്ധിയില്ലാത്ത ടൈമിൽ 16 വയസ്സിൽ നിന്നെ സ്നേഹിച്ച് വിശ്വസിച്ചത്. അപ്പോൾ ഞാൻ എല്ലാ പെണ്ണുങ്ങളോടും പറയുന്നത്, സ്നേഹിക്കാത്തോല ആരുമില്ല, പ്രേമിക്കാത്തോല ആരുമില്ല, അല്ലേ? പ്രേമിക്കാത്തോല ആരും ഉണ്ടാവില്ല. അധികം ആൾക്കാരും പ്രേമിച്ചിട്ടുണ്ടാവും. പ്രേമിക്കാത്തോല് പിന്നെ
ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ പ്രേമിക്കുമ്പോൾ മക്കളെ 1, 2, 3 വട്ടം ചിന്തിക്കണം. ഇവരെന്തിനാണ് നമ്മളെ കൂടെ കൂടുന്നത്. എനിക്ക് തോന്നുന്നു 2, 3 തരം പ്രേമുണ്ട്. ഒന്നുപോലും നമ്മളെ പ്രേമിച്ച് നമ്മളെ ജീവിതം ഇല്ലാതാക്കാൻ. രണ്ടാമത് നമ്മളെ കൂടെ നിർത്തി മരണം വരെ കൊണ്ടുനടക്കുന്ന പ്രേമുണ്ട്. കല്യാണം കഴിച്ച് നമ്മൾക്ക് നല്ലൊരു ജീവിതം തരുന്നത്. മൂന്നാമത്തത് നമ്മളെ ശരീരം മാത്രം മോഹിച്ച് നമ്മളെ പ്രേമിക്കാൻ നടക്കുന്നവരുണ്ട് അല്ലേ. ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്ന് ഏത് പ്രേമാന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചും അറിയില്ല. ഇവരെ സ്നേഹത്തിൻ്റെ മുത്തേ പൊന്നൊക്കെ ചക്കരയെ കടലയിൽ ഇവരെ നീ ഇല്ലാത്തൊരു ജീവിതമില്ല, എനിക്ക് ഉറങ്ങാൻ വയ്യ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വീണു പോകും. ഒന്നാമത് നമ്മളെ വിവരക്കേട് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാ നമ്മളെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കിയിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ ഇങ്ങനെ പിന്നെ വേറൊരു കല്യാണം എല്ലാം കഴിച്ച് അതിൽ മക്കളെല്ലാം ആയി ഓലിങ്ങനെ ഓലൊരു മക്കള് വേറെ കല്യാണം കഴിച്ച് മക്കളെല്ലാം ഉണ്ടായി. ആ മക്കളെല്ലാം ഓടി നടക്കുമ്പോൾ എനിക്ക് വേറൊരു മോളുണ്ട് അല്ലെങ്കിൽ വേറൊരു മോനുണ്ട് എന്ന് ഇവർക്കൊരു കുറ്റബോധം ഉണ്ടാവില്ലേ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ മുഖം പോലും കാണാതെ ഒരു മക്കൾ ഓടിക്കളിക്കുമ്പോഴും വളരുമ്പോൾ എല്ലാം എനിക്കൊരു വേറൊരു മോളുണ്ട് അല്ലെങ്കിൽ ഒരു മോനുണ്ട് എന്ന് ഇവർക്കൊന്നും ഈ ചിന്ത വരൂലേ, കുറ്റബോധം ഉണ്ടാവൂലേ. എൻ്റെ ജീവിതം ഒന്നില്ലാതാക്കിയിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്, ഇതിൽ നീ എന്താണ് കണ്ടത് അറിയില്ല. എന്തെല്ലാം നാളെ വീഡിയോ കാണുമ്പോൾ എനിക്കറിയാമല്ലോ ഇത് ഞാനാണെന്ന്. ആർക്കറിയാം, മണ്ണിട്ട് മൂടിയിട്ട് ഇനി ഓർമ്മ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വർഷമായി. ഞാൻ 97 കണ്ടതാണ്. ശരിക്കും അന്നെല്ലാം പഠിച്ചവനെ മരണം മാത്രം മുന്നിൽ കണ്ട ഒരാളാണ് ഞാൻ. അതൊന്നും ഞാൻ അനുഭവിച്ച അനുഭവം ഒന്നും ഒരാളോടും പറയാൻ പറ്റില്ല. അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നിയിട്ടില്ല. ഒരിക്കലെങ്കിലും ഓടിപ്പോവാനാണ് ആ ചെറിയ പ്രായത്തിൽ തോന്നിയത്. നാട് വിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയേനു, അല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയേനു. മരണം മാത്രം ചിന്തിച്ച് നടന്നൊരു സമയം. ഇതേപോലെ ഇപ്പം വേറെ പെണ്ണുങ്ങളും ആണെങ്കിൽ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളെല്ലാം ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം ഒരുപാട് ആൾക്കാർ കളഞ്ഞിട്ടുണ്ടല്ലേ. ഇതേപോലെ തന്നെയാണ് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ജീവിതം കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾക്ക് ചിന്ത വരൂല, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്തത് ഒരു ഭയങ്കര വലിയ ക്രൂരതയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കുറ്റബോധം വരൂല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കാതെ നിൽക്കുക. അത് നമ്മൾ ഇതേപോലത്തെ ഒരു അവസ്ഥ ആകുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തൽ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റൂല. അതൊരു ഉമ്മയും ഉപ്പില്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ ഒട്ടും പറ്റൂല. നമുക്കെല്ലാം ഉമ്മ ഉണ്ടായതുകൊണ്ട് സാരില്ല മോളെന്ന് പറയാനുണ്ടായിരുന്നു അല്ല. നമ്മളെ ഉമ്മ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളെ കൂടെ പിടിച്ച് സാരില്ല മോളെന്ന് പറയാനുണ്ടായത്. അപ്പോൾ ഈ ഉമ്മയും ഇപ്പൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പഠിച്ചവനെ പോലെ അവസ്ഥ ഒന്നും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. എല്ലാവരും എല്ലാവരെയും ഒറ്റപ്പെടുത്തുന്ന എന്താണെന്ന് ഓർക്ക് ബാധ്യത ആവുമെന്ന് വിചാരിച്ചിട്ട്. ഒരു കുഞ്ഞിനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചെറിയതും എന്താ ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ആകുമ്പോൾ കുഞ്ഞിനായിട്ട് ഇരിക്കുമ്പോൾ ഓർക്ക് ബാധ്യത ആവുമെന്ന് പറഞ്ഞിട്ടാണ് എന്താക്കുന്നത്, നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മളോട് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല. അവരെ കാലിലടിക്ക് പോയി കുഞ്ഞിനായിട്ട് ചെലവിന് നമ്മൾ കൊടുക്കേണ്ടി വരുമോ, നമുക്ക് ബാധ്യത ആവുമോ, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്. വേറെ ഒന്നും നമ്മളോട് ഇഷ്ടമില്ലായിട്ടൊന്നല്ല. ഇപ്പം നമ്മളെല്ലാവരും ഇല്ലേ ഈ ഒറ്റപ്പെടുത്തിയാലോ, പിന്നെ ഓള് ശരിയല്ല എന്ന് പറഞ്ഞോളൂ, ഓള് സ്വന്തം ഇഷ്ടം ചെയ്തില്ലെന്ന് പറഞ്ഞോളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. അതെന്തുകൊണ്ട്
എൻ്റെ മോക്ക് ഒരു മുട്ടായി കാട്ട് അല്ലെങ്കിൽ ഒരു ഉടുപ്പ് വാങ്ങിക്കാട്ട് എന്ന് ഇവരൊന്നും കാലിട്ടിയിൽ പോകാത്തത് കൊണ്ടാണ് നമ്മളെ കൂടെ നിന്ന് എല്ലാവരും ഉള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആരും ഇന്ന് വരെ ഒരാളെ കല്ലടിക്ക് പോകാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ പഠിച്ചറപ്പ് ഒരാൾക്കും സംഭവിക്കരുത്. എല്ലാവരും പ്രേമിക്കാത്തല്ല, നല്ലതാണോ ചീത്തയാണോ തിരഞ്ഞെടുത്തിട്ട് സ്നേഹിക്കാൻ നോക്കുക. ഒരു മരണം വരെ നമുക്കൊരു ജീവിതം തരും, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് നോക്കുക. അല്ലെങ്കിൽ ഓൻ്റെ ഒരു സുഖത്തിനും വേണ്ടി നമ്മൾ പ്രേമിക്കുന്നതാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇന്ന് അറിയാനുള്ളൂ. ശരിക്കും നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ ബേക്കോട്ട് ചിന്തിക്കാത്തില്ല അല്ലേ. നമ്മൾ വന്ന വഴികൾ, നമ്മൾ അനുഭവിച്ച പാഠങ്ങൾ, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒരു ദിവസം പോലും ഞാൻ ഓർക്കാത്തില്ല കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കാത്തില്ല. ഇന്നലെ തന്നെ ഞാനൊരു തുള്ളി കണ്ണടച്ചിട്ടില്ല. ഓരോന്നിങ്ങനെ ഓർത്ത് 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 ഇങ്ങനെ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ഇന്നലെ ഓർത്തതാണ്, ഇവർക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോളുണ്ട് എന്ന് ചിന്ത ഉണ്ടാവോ, ആർക്കറിയാം, എനിക്കറിയില്ല. അപ്പൊ എല്ലാരും പ്രേമിക്കാത്തവരും ആരില്ല. ഇപ്പം വളർന്ന മക്കളോടല്ലാണ്ട് താത്താൻ്റെ വീഡിയോ കാണുന്ന താത്താൻ്റെ അനുഭവം ഒന്നും ആർക്കും വരരുത്. അതായത് നമുക്ക് നമ്മളെ ഉമ്മയെ ഉണ്ടാവുള്ളൂ, കൂട്ടം കുടുംബം ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും നമുക്ക് ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ വെറുക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും. ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒറ്റപ്പെടുത്തുക. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, നല്ല ചിന്തിച്ചിട്ട് ജീവിതം തിരഞ്ഞെടുക്കുക. സ്വന്തമായിട്ട് ജീവിതം എടുക്കുമ്പോൾ താത്താനെ പോലെ ആർക്കും ഒരവസ്ഥ വരാതിരിക്കട്ടെ. താത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നല്ല കഥ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റാ.